നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. രവി എന്താ ഇൻഷുറൻസ് അടയ്ക്കാത്തെ? അറിയോ, അതുകൊണ്ടിപ്പോ നഷ്ടമായത് 15 ലക്ഷം രൂപയാ. ഇന്ന് തന്നെ ബാക്കിയുള്ള വണ്ടികളുടെ ഇൻഷുറൻസും ടാക്സും അടയ്ക്കണം. ഇതെന്തിനാ ഏട്ടാ ഇങ്ങനെ മയത്ത് സംസാരിക്കുന്നേ? ഏൽപ്പിച്ച് ജോലി ചെയ്യാതിരുന്നത് രവിയല്ലേ? സത്യം, ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഇനിയുള്ള വണ്ടിയുടെ ഒരുപാട് പേയ്മെന്റ്സ് അടയ്ക്കാനുണ്ട്. അതിന് എൻ്റെ കയ്യിൽ പണവുമില്ല. അതിനുള്ള പൈസ ഞാൻ രവി ഏൽപ്പിച്ചതല്ലേ? ഏട്ടൻ ഇത് വേണം. എന്നേക്കാളും വിശ്വാസമായിരുന്നല്ലോ രവിയെ. ഇനി വരുന്നതൊക്കെ ഒറ്റയ്ക്ക് അനുഭവിച്ചോ. സത്യൻ എന്തറിഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വെക്കുന്നേ? പിന്നെ തന്നെ മടിയിരുത്തി ഇവിടെ കൊഞ്ചിക്കണോ? താൻ കാരണം ഇവിടെ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടായെന്നറിയോ? എടാ സത്യം, വേണ്ട. ഏട്ടൻ എന്തിനാ ഇവനെ ഇങ്ങനെ പേടിക്കുന്നേ? കൂടെ നിന്ന് ചതിക്കുന്ന ഇവനെയൊക്കെ പോലീസ് ഏൽപ്പിക്കാൻ വേണ്ടത്. അതെ, എങ്കിൽ സത്യം കൊണ്ടുപോയി കേസ് കൊടുക്ക്. എനിക്കൊരു പരാതി കൊടുക്കാനുണ്ട്. എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഞാൻ അറിയാതെ 7.5 പവന്റെ സ്വർണ്ണമാണ് നിന്റെ ചേട്ടൻ തട്ടിയെടുത്തത്. അതിന് ഞാൻ ആരോട് എവിടെ പോയി പരാതി പറയണം? രവി, ഇന്ദ്രനൊന്നും പറയണ്ട. ആ സ്വർണ്ണം എന്റെ അമ്മയുടെ ഓപ്പറേഷന്റെ ആവശ്യത്തിന് പണയം വെക്കാൻ നോക്കിയപ്പോഴാ ഇന്ദ്രൻ വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് ഞാൻ അറിയുന്നത്. ആ സമയത്ത് ആ പണം എടുക്കുക മാത്രമേ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഇന്ദ്രൻ അത് പറയട്ടെ. എന്താ ഏട്ടാ ഒന്നും മിണ്ടാത്തത്? രവി പറഞ്ഞത് ശരിയല്ലേ? കള്ളം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ സത്യ? ഏട്ടൻ ബാങ്കിൽ 7.5 പവന്റെ സ്വർണം പണയം വെച്ചതിന്റെ റെസിപ്റ്റാ. ഏട്ടന് നാണമില്ലേ? സത്യം പറയാലോ, നിങ്ങൾ എന്റെ ഏട്ടനാണെന്ന് പറയാൻ പോലും എനിക്ക് വെറുപ്പ് തോന്നുന്നു. ഒരു അന്യ സ്ത്രീയോട്, അതും അവരുടെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ സ്വർണം വാങ്ങി പണയം വെച്ചിരിക്കുന്നു. കഷ്ടം. ഇതിലും ഭേദം ഏട്ടന് നാട്ടിലിറങ്ങി ഭിക്ഷ അയച്ചൂടെ? സത്യം. എന്താ എന്തിനാ അലർന്നേ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ സൂക്ഷിച്ച് സംസാരിക്കണം. എന്നെ ചോദ്യം ചെയ്യാനോ ഭരിക്കാനോ ഒന്നിനും നീ ആളായിട്ടില്ല, കേട്ടല്ലോ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ബാക്കി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. സോറി രവി, ഏട്ടൻ ചെയ്തത് അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സോറി. ഏയ്, അതൊന്നും സാരമില്ല. അയാൾ ഇതുവരെയായിട്ടും വന്നില്ലല്ലോ രഘുവേട്ടാ. വിനയനല്ലേ ആള്. ഒരു കാര്യത്തിലും യാതൊരു ചിട്ടയും കാണില്ല. നമ്മളിവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നും തോന്നുന്നില്ല. എങ്കിൽ പിന്നെ നമുക്ക് അയാളെ വീട്ടിൽ പോയിക്കണ്ടല്ലോ. എന്താ രഘുവേട്ട ഒന്നും മിണ്ടാത്തെ? എന്തായാലും വിനയന്റെ വീട്ടിലേക്ക് ഹേമന്ത് വരണ്ട, ഞാൻ പോയി കണ്ടോളാം. അതാ നല്ലത്. തൽക്കാലം ഫോൺ വിനയന്റെ കയ്യിലാണെന്ന് ആരും അറിയണ്ട. ശരി, രഘുവേട്ടൻ പറയുന്ന പോലെ ചെയ്യാം. ഹേമന്ത് മനസ്സിൽ കാണുന്നതിനേക്കാളും വിഷവാ ഈ വിനയൻ. ആരോടൊരു സ്നേഹവും കടപ്പാടുമില്ല. അവനെ കൈകാര്യം ചെയ്യേണ്ട രീതി വേറെ. അങ്ങനെയാണെങ്കിൽ ഫോൺ അയാളുടെ ഇരിക്കുന്നത് അപകടമല്ലേ?
എത്രയും പെട്ടെന്ന് ഫോൺ കൈക്കലാക്കണം. അതിനൊരു വഴി നോക്കണം. ഏട്ടാ ആ, നിങ്ങളിങ്ങ് എത്തിയല്ലേ? അവിടെ പോലീസ് അന്വേഷിച്ചു വന്നോ? വന്നില്ല, വിളിച്ചു. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്താനാ പറഞ്ഞു. എന്നെ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും ഏട്ടാ. ഏയ്, ആരെയും തൽക്കാലം ജയിലിൽ അടയ്ക്കണമെന്ന് പോകുന്നില്ല. നഷ്ടപരിഹാരം കൊടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എത്രയാ അവര് ചോദിച്ചത്? ചോദിച്ചത് 25 ലക്ഷം. കാലും കൈയും പിടിച്ച് 15 ലക്ഷത്തിൽ ഒതുക്കി 2 ദിവസത്തിനുള്ളിൽ കാശ് കൊടുക്കണം. 15 ലക്ഷോ? നീ ഇത് എവിടെ നിന്നുണ്ടാക്കി കൊടുക്കും? 15 ലക്ഷം രൂപയ്ക്ക് തീർന്നത് ഭാഗ്യമാണെന്ന് കരുതിയാ മതി ആന്റി. അവർ 25 ഉറച്ചു നിന്നാ നമ്മളത് കൊടുക്കേണ്ടി വന്നേനെ. ഒരാളുടെ ജീവന്റെ വിലയാ അത്. എന്തോന്ന് ജീവൻ? വെള്ളം അടിച്ച് റോഡിലൂടെ എഴിഞ്ഞാലേ വണ്ടി അടിച്ച് ചാവും. ഡാ, നീ അവിടെ പോയി കേസ് കൊടുക്കാൻ പറയുന്നതിരാ? ജീവിച്ചിരിക്കുമ്പോ തിരിഞ്ഞു നോക്കാത്തവന്മാര് ചത്ത ശവമായി കഴിയുമ്പോ വില പേശുവാ. ഡാ, 5 പൈസ കൊടുക്കരുത്. അവര് പോയി കേസ് കൊടുത്ത് വാങ്ങിക്കട്ടെ. എന്നിട്ട് വേണം അമ്മയ്ക്ക് എന്നെ ജയിലിൽ കിടത്താൻ. കൊള്ളാം. നിന്നെ ഒരു പാഠം പഠിപ്പിക്കുന്ന അമ്മ പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്വന്തം മകളോട് പോലും ദയയില്ലാത്തവളായി പോയല്ലോ എന്റെ അമ്മ. അതേടി, ഞാൻ ദയയില്ലാത്തവളാ, ദുഷ്ടയാ, കണ്ണിൽ ചോരയില്ലാത്തവളാ. അതുകൊണ്ടാണല്ലോ ഇന്ദ്രൻ ട്രാവൽസ് തുടങ്ങുമ്പോ അത് നിന്റെ പേരിലാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എടി 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 ഇവൻ നിന്നെ കളഞ്ഞിട്ട് പോയപ്പോ നീയും നിന്റെ കൊച്ചും വഴിയാധാരായി പോകാതിരിക്കാൻ വേണ്ടിയാ ഞാനും ഇന്ദ്രനും കൂടി അന്നത് ചെയ്തത്. ഇപ്പൊ നിനക്ക് നിന്റെ ആളെ കിട്ടിയപ്പോ ഞാൻ ദയയില്ലാത്തവളായി അല്ലേ? അമ്മ എന്ത് നല്ല കാര്യം ചെയ്താലും അത് ഒരിക്കലും സക്സസ് ആവില്ല. എന്റെ ജീവിതം തന്നെ അതിന്റെ തെളിവാണല്ലോ. എന്നാ അമ്മ ദോഷം ചെയ്താ അത് 101% സക്സസ് ആവുകയും ചെയ്യും. അതിന്റെ തെളിവാ ഏട്ടന്റെ ഏട്ടത്തിയുടെയും ജീവിതം. എടീ, മതി, നിർത്ത്. മനുഷ്യനെ ഇവിടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. അപ്പോഴവളൊരു ഞാൻ ഇതുവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഏട്ടാ? ഉണ്ടോ? എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതല്ലേ. ഞാൻ ചെയ്യാത്ത തെറ്റിന് എനിക്ക് ജയിലിൽ പോകാൻ പറ്റില്ല. വണ്ടിക്ക് ടാക്സും ഇൻഷുറൻസും ഒന്നും അടക്കാതിരുന്നത് കുറ്റകരമായ അവസ്ഥയാണ്. അതിന് കാരണക്കാരായവരിൽ നിന്നും പണം ഈടാക്കിയെങ്കിലും ഈ കേസ് കോടതിയിലെത്തിക്കാതെ തീർക്കണം ഇന്ദിരേട്ടാ. എടാ, എവിടെ നിന്ന് പൈസ ഈടാക്കണമെന്നൊന്നും ആരും എന്നെ ഉപദേശിക്കണ്ട. ഈ കുടുംബം വിറ്റിട്ടായാലും സോനെ ഈ കേസിൽ നിന്ന് ഞാൻ രക്ഷിച്ചിരിക്കും. അതുപോലെ എടാ, ഒന്ന് നിന്നേ. കുടുംബത്തിൽ തൊട്ടുള്ള നിന്റെ കളിയൊന്നും വേണ്ട. അതെ, കേസ് തീർക്കാൻ നീ വേറെ വഴി നോക്കിക്കോ. ഇതിൽ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, നീ ഒന്നും പറയണ്ട. ഈ വീട് എന്റെ പേരില്ല. ഞാൻ മരിക്കുന്നത് വരെ ഇതാരും വിൽക്കുകയില്ല, പണയം വെക്കുകയില്ല ഒരാളും. മനസ്സിലായല്ലോ?